ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഉണ്ടോടെ തന്റെ മുതലാളിമാരിവിടെ? ഉണ്ട് സാറേ, ഞാൻ വിളിക്കാം. ഓ വേണ്ട, താൻ ബുദ്ധിമുട്ടണ്ട, ഞാൻ പോയി കണ്ടോളാം. ഇതാര് SP സാറോ? എന്നാ സാറേ ഈ വഴിയൊക്കെ? ഞങ്ങള് പാവങ്ങളെയൊക്കെ സാറിന് ഓർമ്മയുണ്ടോ? ഓർമ്മയുള്ളത് കൊണ്ടല്ലേ ഞാൻ വന്നത്. ഞാനേ നിങ്ങളെപ്പറ്റി മാത്രം എപ്പോഴും ഓർത്തോണ്ടിരിക്കുന്നത്. അത് വളരെ നല്ല കാര്യമായി സാറേ. സാറിനെ പോലൊരു വലിയ മനുഷ്യൻ ഞങ്ങളെപ്പോലുള്ള പുഴുക്കളെ ഓർക്കുന്നു എന്ന് പറയുന്നത് തന്നെ മഹാഭാഗ്യം. ഓർക്കുക മാത്രമല്ല, നിങ്ങളെ തേടി വരികയും ചെയ്തല്ലോ. അപ്പൊ അത് അതിലും വലിയ ഭാഗ്യമല്ലേ? സാറെന്താ ഒരുമാതിരി മനസ്സിൽ വെച്ച് സംസാരിക്കുന്നേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയണം സാറേ. അതാണ് ഇവിടെ ഹൈ റേഞ്ചിലെ നിയമം. വാറ്റാണല്ലേ? അതെ സാറേ, വെറും വാറ്റല്ല, നല്ല ഒന്നാം തരം തലവാറ്റ്. കടച്ചക്കയും ശർക്കരയും തെങ്ങും പൂക്കലേക്കിട്ട് വാറ്റിയ നല്ല സാധ്യ സാധനം എന്ന് പറഞ്ഞാൽ എടുക്കട്ടെ സാറേ. വേണ്ട വേണ്ട, യൂണിഫോമിലല്ലേ, മറ്റൊരു അവസരത്തിലാവട്ടെ. അപ്പൊ സാറ് അടിക്കുമല്ലേ? അടി മാത്രമല്ല, ഇടിയും തൊഴിയും ചവിട്ടും എല്ലാം വശമുണ്ട്. ഈ സാറിന്റെ ഒരു കാര്യം, വലിയ തമാശക്കാരനല്ലയോ? ആ, തമാശ വശമുണ്ട്. പക്ഷേ ഞാനിപ്പോ വന്നത് തമാശ പറയാനല്ല, വളരെ ഗൗരവമുള്ളൊരു കാര്യം പറയാനാ. എന്നാ സാറേ? ആ ലാപ്ടോപ്പ് എവിടെ? ലാപ്ടോപ്പ്? ഏത് ലാപ്ടോപ്പ്? ഷാനും സെബാനും കൊല്ലപ്പെട്ട രാത്രിയിൽ അവര് സഞ്ചരിച്ചിരുന്ന വണ്ടിയിൽ ഉണ്ടായിരുന്ന ആ ലാപ്ടോപ്പ്. അതൊക്കെ പൊടിഞ്ഞ് പപ്പടായി കാണുകയല്ലേ സാറേ? യോ, അവന്മാരെ തന്നെ വണ്ടി വെട്ടിപ്പൊളിച്ച് തൂത്തുവാരില്ലേ എടുത്തത്. അപ്പൊ പിന്നെ വണ്ടിക്കകത്തിരുന്ന സാധനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് സാറിന് ഊഹിച്ചാൽ മനസ്സിലാവുമല്ലോ. അതെ സാറേ, അതൊക്കെ പൊടിഞ്ഞു പപ്പടായിട്ടുണ്ടോ? പക്ഷേ എന്റെ അന്വേഷണത്തിൽ അങ്ങനല്ലല്ലോ തെളിഞ്ഞത്. അത് ചിലപ്പോ സാർ അന്വേഷിച്ചതിന് കുഴപ്പമായി. അതെ. പോലീസിനെ കുറ്റം പറയാൻ നീ ആരടാ? കേരള പോലീസ് ആരാണെന്ന് നിനക്കറിയോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ പോലീസ് ഫോഴ്സാണ് ഞങ്ങള്. അന്താരാഷ്ട്ര കുറ്റവാളികളെ പോലും ഞങ്ങൾ സ്വന്തം ജീവൻ പണയം വെച്ച് പൊക്കാറുണ്ട് കേട്ടാ. അഴിമതിക്കാരും സ്വജനപക്ഷക്കാരുമായി ചില നാറുകളുണ്ടാവും, പക്ഷെ പോലീസ് ഫോഴ്സിലെ മുഴുവൻ പേരെയും ഒറ്റൊരുത്തന് ആ കണ്ണുകൊണ്ട് കാണരുത്. സാറേ മനസ്സിലായടാ? രാവും പകലും ഞങ്ങളിങ്ങനെ തെക്കുവടക്ക് നടക്കുന്നുണ്ടാ നീ നിന്റെ കുടുംബമൊക്കെ വീട്ടിൽ സമാധാനത്തോടെ കിടന്നുറങ്ങുന്നേ. പോലീസിനെ കുറിച്ച് തെമ്മാടത്തിന് പറഞ്ഞ അടിച്ചതിന്റെ അടിനാവ്യം കയറും കേട്ടാ. സാറേ പഠിപ്പിക്കല് സാറേ, വിവരമില്ലാത്ത നമ്മുടെ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് സാറിനെ പോലെ വിവരമുള്ളവർ വേണ്ടി അത് ശ്രമിക്കാൻ. തനിക്കാൻ വെച്ചിട്ടുണ്ട്, എനിക്ക് വിവരമില്ലല്ലേ? സത്യം പറയുന്നത് നിനക്ക് നല്ലത്. ആ ലാപ്ടോപ്പ് എവിടെ? നേര് പറഞ്ഞില്ലേ, രണ്ടിനെ പരിപ്പെടുക്കും ഞാൻ. സത്യമായിട്ട് എനിക്കറിയാൻ മേലെ സാറേ. ഞാൻ ഇന്നേ വരെ ഒരു ലാപ്ടോപ്പ് നേരിട്ട് കണ്ടിട്ടില്ല. പറഞ്ഞോ? സാർ സത്യം പറ ലൂയിസേ, അതെവിടെ ഒളിപ്പിച്ച് വെച്ചേക്കുന്നേ? സാറേ, സാറ് പറയുന്ന പോലെ ഒരു സാധനം ഇതുവരെ ഞങ്ങളുടെ കയ്യിൽ എത്തിയിട്ടില്ല. നിങ്ങൾ തന്നെയല്ലേ അവരുടെ ഡെഡ് ബോഡിക്കൊപ്പം ആ വണ്ടിയിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് കൈമാറിയത്. അതിൽ എവിടെയാ സാറേ അങ്ങനെ ഒരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നത്? അഥവാ അങ്ങനെ ഒരു ലാപ്ടോപ്പ് അതിലുണ്ടായിരുന്നെങ്കിൽ അത് കണ്ടുപിടിച്ച് ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കായിരുന്നില്ല. ഉത്തരവാദിത്തങ്ങളിൽ പരാജയപ്പെട്ടു പോയ നിങ്ങൾ നാളെ കോടതി കയറാതിരിക്കാൻ വേണ്ടി ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നതല്ലേ ഈ അഭ്യാസ പ്രകടനമൊക്കെ? കേസും പോലീസും കാണിച്ച് ഈ ലൂയിസിനെ പേടിപ്പിക്കാൻ നോക്കല്ലേ സാറേ. ഞാനിതൊക്കെ ഒരുപാട് കണ്ടതാ. ചെയ്യാത്ത കുറ്റത്തിന് ഞങ്ങളെ ശിക്ഷിക്കാനാണ് സാറിന്റെ ഉദ്ദേശമെങ്കിൽ
ആ പരിപ്പ് ഇവിടെ വേഗത്തില്ല. പഴയ നിക്കർ പോലീസിന്റെ കാലമൊന്നും അല്ല സാറേ ഇത്. ഇത് ആധുനിക യുഗ. മേടിക്കാൻ കാശില്ലേലും എല്ലാ വീട്ടിലും 4 മുക്കിലും CCTV ക്യാമറയുണ്ട്. അത് പറയും ഇനിയുള്ള കഥകളൊക്കെ. സാറിന് ചുണയുണ്ടെങ്കിൽ തെളിയിച്ചോണ്ട് വാ. അങ്ങനെ ഒരു ലാപ്ടോപ്പ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നുവെന്ന്. അന്ന് ഞാനും ഈ നമ്മടിയും മീശ ചരച്ച് കളഞ്ഞ് സാരി ഉടുത്ത് പെൺവേഷവും കെട്ടി സാറിന് മുന്നിൽ ക്യാമറയെ ഡാൻസ് ചെയ്യാം. എന്നാ അത് മതിയാ? എന്റെ ഉമ്മാതത്വം സാറേ, ഈ ഉമ്മാക്കൊന്നും ഇവിടെ വില പോകത്തില്ല. കളി ഒരുപാട് കണ്ടും കളിച്ചുവാ ഈ ലൂയിസ് പഞ്ഞിക്കാരെ ഇവിടം വരെ എത്തിയത്. വേണ്ട സാറേ, വേണ്ട. പഞ്ഞിക്കാരനോട് മനസ്സറിയാതെ വെറുതെ ഒരു മാമാങ്കം വേണ്ട. ജീവിച്ചോട്ടെ. ഈ ഹൈറേഞ്ചിന്റെ തണുത്ത് മരവിച്ച സ്വകാര്യതയിൽ ഈ പാവ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. ഇയാള് പറയുന്ന കണ്ണോടച്ച് വിശ്വസിച്ചിട്ടല്ല ഞാൻ പോകുന്നേ. കൂടുതൽ തെളിവുകളോടെ മടങ്ങി വരുന്നോ വാക്ക് പറഞ്ഞിട്ടാ. രണ്ടിനെയും പൊക്കി അകത്തിടാൻ മതിയായ തെളിവുകളോടെ SP ഉമാദത്തൻ മടങ്ങി വരും. അധികം വൈകാതെ തന്നെ. അന്നും കാണണം ഈ സരസ്വതി വിലാസം ഈ നാവിന്റെ മുമ്പില്. കേട്ടോടാ പഞ്ഞിക്കാരാ, നമ്പടി പുന്നാര മോനെ. അച്ഛയോ, അവൻ വിളിച്ചിട്ട് പോയത് ചീത്തയല്ലേ? വിളിക്കട്ടെ നമ്പടി. അവൻ കൊതി തീരെ നമ്മളെ ചീത്ത വിളിക്കട്ടെ. നമ്മുടെ കൈകളുകൊണ്ട് തീരാനുള്ളതല്ല അവൻ. അപ്പോ അവൻ അതിനുള്ള അവകാശമുണ്ട്. പാസ്വേഡ് ക്രാക്ക് ചെയ്യാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്തു, പക്ഷെ നടക്കുന്നില്ല.